ഫ്രണ്ട്സ്, എല്ലാവർക്കും വർണ്ണക്കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിലാണെങ്കിൽ പൃഥ്വി വീട്ടിലേക്ക് വരുമ്പോൾ ഷേർലിൻ അവിടെ നിൽക്കുകയാണ്. ഷേർലിനെ കണ്ട് ശരിക്കും പൃഥ്വി പേടിച്ചു പോകുന്നുണ്ട്. പൃഥ്വിയാണെങ്കിൽ ഷേർലിനെ വഴക്ക് പറയുകയാണ്. നീ ഈ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് എന്നോട് പറയാതെയാണോ വരുന്നത്? ഞാൻ ശരിക്കും പേടിച്ചു പോയെന്നൊക്കെ പറയുന്നു. ഷേർലിനാണെങ്കിൽ നീ ഇത്രയും നേരം എവിടെയായിരുന്നു? പിന്നെയല്ലേ നിന്നോട് ഞാൻ മര്യാദയായിട്ട് സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ വഴക്കടിക്കുകയാണ്. ഷേർലിൻ ചോദിക്കുകയാണ്, നീ ഇത്രയും നേരം എവിടെയായിരുന്നു? എന്തുകൊണ്ടാണ് നീ ഞാൻ വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കാഞ്ഞതെന്ന്. പൃഥ്വി പറയാണ്, കിരണിന് വേണ്ടി ഞാൻ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്, അതെന്താണെന്ന് നിനക്ക് പിന്നീട് മനസ്സിലാകുമെന്ന് പറയുന്നു. ഷേർലിൻ പറയാണ്, നീ എന്നോട് എന്താണെന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ, കാരണം എന്ത് പ്രശ്നം വന്നാലും അവസാനം ഞാൻ കൂടെ വേണം നിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു തരാൻ, അതുകൊണ്ട് നീ നേരത്തെ പറഞ്ഞേ പറ്റൂവെന്ന് പറയുന്നു. അപ്പോൾ പറയാണ്, കിരൺ ഒരു പാർട്ടിയിൽ പോയിട്ടുണ്ട്, അവിടേക്ക് ഞാൻ ഒരു ബോംബ് പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന്. ആ ബോംബ് കാരണം കിരണിന്റെ അഭിമാനം പോകും, അത് മാത്രമല്ല കിരണിന്റെ ഫാമിലിയും പ്രീതയും എല്ലാം തള്ളിപ്പറയുമെന്നൊക്കെ പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, എനിക്കൊന്നും ശരിക്കും വ്യക്തമായിട്ട് മനസ്സിലായില്ല എന്ന്. പൃഥ്വി അപ്പോൾ പറയാണ്, താമസിയാതെ എല്ലാം മനസ്സിലാകുമെന്ന്. പൃഥ്വിയാണെങ്കിൽ ഷേർലിനെ മൊബൈലിലെ ഫോട്ടോ കാണിക്കുന്നു. ആ പെൺകുട്ടിയുടെ ഫോട്ടോയാണ് കാണിക്കുന്നത്. എന്നിട്ട് പറയാണ്, ഈ ബോംബിനെയാണ് കിരണിന്റെ അടുത്തേക്ക് വിട്ടേക്കുന്നതെന്ന്. മീറിനെയാണെങ്കിൽ പാർട്ടിയിൽ വെച്ച് ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇഷ്ടപ്പെട്ടെന്നും നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സമീർ ആണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് മാറുകയാണ്. അതേസമയം സൃഷ്ടിയാണെങ്കിൽ വീട്ടിൽ വെച്ച് വിചാരിക്കുകയാണ്, സമീറിനെ ഫോൺ വിളിച്ചിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞാലോ, അതോ ഞാനാണോ ആദ്യം പറയേണ്ടത്, സമീറല്ലേ പറയേണ്ടത്, അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ്. സൃഷ്ടിയാണെങ്കിൽ സമീറിനെ ഫോൺ ചെയ്യുന്നു. ഫോൺ ചെയ്തിട്ടാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയാൻ പറ്റാതെ സംസാരിക്കാനുണ്ട് എന്ന് മാത്രം പറയുന്നു. സമീർ അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താണെങ്കിലും സംസാരിച്ചോളാനെന്ന്, റിലാക്സ് ആയിട്ട് സംസാരിക്കാൻ പറയുന്നു. സൃഷ്ടി അപ്പോൾ പറയാണ്, എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നെന്ന്. സൃഷ്ടി പറയുന്നത് കേട്ടിട്ട് സമീറും തിരിച്ചത് തന്നെ പറയാണ്, എനിക്കും നിന്നെ മിസ് ചെയ്യുകയാണെന്ന്. സൃഷ്ടി അപ്പോൾ ചോദിക്കുകയാണ്, നീ എന്താണ് എന്നെ ഫോൺ വിളിച്ചിട്ട് നീ പറയാത്തത്? നീ ഒരു ആൺകുട്ടിയല്ലേ, നീയല്ലേ എന്നോട് പറയേണ്ടതെന്ന് ചോദിക്കുകയാണ്. കേൾക്കാൻ ആഗ്രഹിക്കുന്നത് നീയല്ലേ ആദ്യം പറയേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ്. പെട്ടെന്ന് സൃഷ്ടിയാണെങ്കിൽ അയ്യോ എന്താണ് പറഞ്ഞതെന്ന് ചിന്തിക്കുന്നു. സമീർ അപ്പോൾ പറയാണ്, എനിക്കും നിന്നോട് സംസാരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നിന്റെ മനസ്സിൽ അങ്ങനെ തന്നെയാണോ എന്ന് ഓർത്തിട്ടാണെന്നൊക്കെ പറയാണ്. പെട്ടെന്ന് തന്നെ ആ പാർട്ടിയിലുള്ള പെൺകുട്ടി സമീറിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, നീ എന്തിനാണ് ഇവിടെ തന്നെ നിൽക്കുന്നത്? നിന്നെ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. സമീർ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ അതാണ് ഇമ്പോർട്ടൻ്റ് എന്ന്. പക്ഷെ സൃഷ്ടിയാണെങ്കിൽ അതെല്ലാം കേൾക്കുന്നുണ്ട്. സൃഷ്ടിക്ക് വേറൊരു പെൺകുട്ടി സംസാരിക്കുന്നത് കേട്ടിട്ട് ഇഷ്ടപ്പെടാതെ ഫോൺ കട്ട് ചെയ്യുന്നു. ഫോൺ വെച്ചതിന് ശേഷം സ്വയം പറയാണ്, ഇനി നിന്നോട് ഞാൻ സംസാരിക്കത്തേ ഇല്ല, നീ പാർട്ടിയിൽ വേറൊരു പെൺകുട്ടിയായിട്ട് നിൽക്കുകയാണല്ലേ, എന്നിട്ട് എന്നെ മിസ് ചെയ്യുന്നു എന്ന് കള്ളം പറയുകയാണെന്നൊക്കെ പറയുന്നു. സമീറാണെങ്കിൽ വീണ്ടും സൃഷ്ടിയെ വിളിക്കുന്നുണ്ട്, പക്ഷേ സൃഷ്ടി ഫോൺ എടുക്കുന്നില്ല. പ്രീതയുടെ സാറാണെങ്കിൽ എല്ലാ ക്രിക്കറ്റ് താരങ്ങളെയും പരിചയപ്പെടുത്തുന്നു. അതേസമയം അവിടേക്ക് കിരണും കൂട്ടുകാരും വരികയാണ്. പ്രീതയാണെങ്കിൽ വെള്ളം കുടിക്കാനെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. കിരണിനെ പാസ് ചെയ്താണ് പോകുന്നത്. കിരണിനെ കാണുന്നില്ല. പക്ഷെ പാസ് ചെയ്തു പോയി കഴിയുമ്പോൾ കിരണിനാണെങ്കിൽ പ്രീത ഉണ്ടായിരുന്ന പോലെ ഒരു ഫീലിംഗ് തോന്നുന്നു. കിരണാണെങ്കിൽ അവിടെയൊക്കെ പ്രീതയെ നോക്കുകയാണ്. വീണ്ടും എൻ്റെ അടുത്തേക്കാണെങ്കിൽ പൃഥ്വി പറഞ്ഞ പെൺകുട്ടി വരുന്നു. വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, ഞാൻ മോനിഷയാണ്, നിങ്ങളെ കാണാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, വലിയ ഫാനാണെന്നൊക്കെ പറയുകയാണ്. മോനിഷ പറയാണ്, നിങ്ങളെ സെലക്ട് ചെയ്യുന്ന കമ്പനിയുടെ ചെയർമാൻ്റെ മോളാണ് ഞാൻ, നിങ്ങളെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ റെക്കമെൻഡേഷനൊക്കെ ചെയ്യാറുണ്ടെന്നൊക്കെ പറയുന്നു. മോനിഷയാണെങ്കിൽ എനിക്ക് ഓട്ടോഗ്രാഫ് വേണമെന്ന് പറയുന്നു. കിരൺ അപ്പോൾ ഓട്ടോഗ്രാഫ് കൊടുക്കാമെന്ന് പറയുന്നു. പക്ഷേ ആ പെൺകുട്ടി പറയുന്നു, എൻ്റെ കഴുത്തിലാണ് ഓട്ടോഗ്രാഫ് വേണ്ടതെന്ന്. കിരണാണെങ്കിൽ ഇതൊരു പാർട്ടിയല്ലേ എന്ന് പറയാണ്. പെൺകുട്ടി പക്ഷേ അവിടെ തന്നെ ഓട്ടോഗ്രാഫ് വേണമെന്നാണ് പറയുന്നത്. കിരണാണെങ്കിൽ കഴുത്തിൽ ഓട്ടോഗ്രാഫ് കൊടുക്കുന്നതാണെങ്കിൽ കുറേ ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ ഫോട്ടോയും വീഡിയോയും ഒക്കെ പിടിക്കുകയാണ്. പൃഥ്വിയാണെങ്കിൽ അവിടെ നടക്കുന്നതൊക്കെ ഷേർലിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഷേർലിനോട് പറയാണ്, അവിടെ നടക്കുന്നതെല്ലാം എൻ്റെ മൊബൈലിൽ കാണാൻ പറ്റുമെന്ന്. മോനിഷയാണെങ്കിൽ ക്യാമറ നോക്കി ചിരിക്കാനൊക്കെ പറയുന്നുണ്ട്. കിരൺ അതുപോലെ ചെയ്യുന്നു. പൃഥ്വി പറയാണ്, ഇനി ആ പെണ്ണാണെങ്കിൽ കിരണിന്റെ ജീവിതം മൊത്തം കൊളമാക്കിക്കോളും, നീ നോക്കിക്കോളാൻ പറയുന്നു. ഷേർലിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു. ഷേർലിനാണെങ്കിൽ പൃഥ്വിയെ കെട്ടിപ്പിടിക്കുകയാണ്.
നിഷയാണെങ്കിൽ അവിടെയുള്ള ഒരു പയ്യനോട് പറയുകയാണ് ഞാൻ പറയുന്നത് പോലെ ഒരു കാര്യം ചെയ്യണമെന്ന്. ആ പയ്യൻ സമ്മതിക്കുന്നു. മോനിഷയാണെങ്കിൽ കിരണിനോട് വീണ്ടും പോയിട്ട് സംസാരിക്കുകയാണ്. കിരണിനോടാണെങ്കിൽ ജ്യൂസ് കുടിക്കാമെന്ന് മോനിഷ പറയുന്നു. കിരണും കുടിക്കാമെന്ന് സമ്മതിക്കുകയാണ്. ആ പയ്യൻ വന്നിട്ടാണെങ്കിൽ ജ്യൂസ് മോനിഷയ്ക്ക് കൊടുക്കുന്നത് പോലെ കൊടുക്കുന്നു. എന്നിട്ട് ഡ്രസ്സിലാണെങ്കിൽ ആ ജ്യൂസ് ഒഴിക്കുകയാണ്. മോനിഷ അപ്പോൾ കിരണിനോട് ചോദിക്കുകയാണ് എൻ്റെ കൂടെ റൂം വരെ വരുമോ എന്നെ ഹെൽപ്പ് ചെയ്യാനെന്ന്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്